നമ്മളൊരു വർക്ക് ഭയങ്കര ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നമ്മള് പേർപ്പസ്ഫുള്ളി ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോവും. ഇന്റർവ്യൂ റിലീസ് ആയിട്ട് ഞാനും പോയി നോക്കാറുണ്ട്, പക്ഷെ ആരും അറിയാറില്ല. അങ്ങനെയില്ല. ഇവന്തോ നമുക്ക് ഞാൻ മാസ്ക് ഒക്കെ വെച്ച് പോകും. മാസ്ക് വെച്ച് പോയില്ലെങ്കിലും ആൾക്കാർക്ക് എന്നെ ചിലപ്പോൾ തിരിച്ചറിയണമെന്നില്ല. പക്ഷെ ഞാൻ പർപ്പസ്ഫുള്ളി മാസ്ക് വെച്ചിട്ട് ഞാൻ പോകും. ആ ഒരു സിറ്റുവേഷനിൽ എനിക്കെന്നെ അറിയാം ചിലപ്പം ആൾക്കാർക്ക് എന്നെ തിരിച്ചറിയണം എന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെയുള്ള ഒരു ക്രൗഡിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് അവാർഡ് വിന്നിംഗ് മൊമെന്റ്. ഞാൻ എനിക്ക് തോന്നുന്നു ബംബ്ലിംഗ് ഇറങ്ങിയ സമയത്ത്, ബംബ്ലിംഗ് എന്റെ വൺ ഓഫ് മൈ, എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും ഒരു ബ്രേക്ക് കിട്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ബംബ്ലിംഗ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഈ പറഞ്ഞ മുതലേ വീണ്ടും ഞാൻ കോഴിക്കോടൊക്കെ പോകുമ്പോൾ എപ്പോഴും മിസ് ചെയ്യാത്ത ഒരു സ്ഥലമാണ് ബീച്ച്. ബീച്ചിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബംബ്ലിംഗ് ഇറങ്ങിയ സമയത്ത് ഡെഫിനറ്റ്ലി എന്തായാലും പോകണം, കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ തിരിച്ചറിയണല്ലോ നോക്കാൻ വേണ്ടി ഞാൻ പോയി. എന്തായാലും എന്നെ പോയാ തിരിച്ചറിയാറില്ല. ബട്ട് അന്ന് ആ ഒരു മൊമെന്റിൽ എനിക്ക് തോന്നുന്നു 2-3 പേര്, വളരെ ചുരുക്കം ആൾക്കാരാണെങ്കിൽ കൂടി വന്ന് എന്നോട് ഇങ്ങനെ ബംബ്ലിംഗ് കണ്ടു, ആ ഭാഗ്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഈവൻ ഞങ്ങൾ പ്രൊമോഷന് പോകുമ്പോഴാണെങ്കിലും എനിക്ക് അറിയാം ചില കോളേജ് പ്രൊമോഷൻസിനൊക്കെ പോകുമ്പോൾ എന്നെ മനസ്സിലാവണം എന്നില്ല. അപ്പൊ ഞാൻ ആദ്യമേ നാണം കെടാണ്ടൊക്കെ വേണ്ടി ഞാൻ പറയും നിങ്ങൾക്ക് എന്നെ അറിയില്ലെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ സമയം വരുമല്ലോ.